നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. താനൂർ ബോട്ടപകടത്തിൽപ്പെട്ടവർ തുടർ ചികിത്സയ്ക്ക് സഹായം തേടി കണ്ണീരുമായി ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആയിഷ മെഹറിൻ, ജർഷ എന്നിവരുടെ രക്ഷിതാക്കളാണ് കമ്മീഷന്റെ കാരുണ്യം തേടി ജസ്റ്റിസ് VK മോഹനന് മുന്നിലെത്തിയത്. അപകടത്തിൽ രക്ഷപ്പെട്ട നുസ്രത്തിന്റെ മകളാണ് 2 വയസ്സുകാരിയായ ആയിഷ മെഹറിൻ. നുസ്രത്തിന്റെ സഹോദരൻ ജാബിറിന്റെ മകളാണ് 10 വയസ്സുകാരിയായ ജർഷ. 9 വയസ്സിൽ ചില്ലറ മാസത്തിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ബോട്ടപകടം സംഭവിക്കുന്നത്. താനൂർ ബോട്ടപകടം നടന്നതിന് ശേഷം കുട്ടികളെ വെള്ളത്തിൽ നിന്നും കിട്ടുകയും ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വെച്ചാൽ ആ 2 ആഴ്ച കാലം കുട്ടിക്ക് അവിടെ ചികിത്സ നടക്കേണ്ടായി. അവർക്ക് കുട്ടികൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം കുട്ടികളുടെ മാറ്റങ്ങൾ, അസുഖത്തിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്തു. ചികിത്സയുടെ അടിസ്ഥാനപരമായിട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് തലച്ചോറിൽ ഇപ്പോഴും വെള്ളം നിലനിൽക്കുക കാരണം കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ജീവിതകാലം മുഴുവൻ, അതായത് ഒരു ഓപ്ഷനില്ല, ഇത് മാറുമെന്നുള്ളതായിട്ടുള്ള ഒരു തീരുമാനം ഡോക്ടർമാർ പറയുന്നത്. അവരുടെ ജീവിതകാലം മുഴുവനും ഇതിൻ്റെ ഒരു ശാഖ വെളിൽ തന്നെ ഉണ്ടാവും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അന്ന് ഗവൺമെൻറ് ഇവരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചികിത്സാ സഹായത്തിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ ചികിത്സാ സഹായമായിട്ട് 1 രൂപ പോലും ഈ കുട്ടികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് നല്ല സങ്കടമാണ്. എൻ്റെ ഇതിൻ്റെ താഴെയുള്ള ഒരു കുട്ടികളുണ്ട്, 2 കുട്ടികളാണ് രക്ഷപ്പെട്ടത്. എൻ്റെ താഴെയുള്ള കുട്ടി 8 വയസ്സുകാരിയായിരുന്നു. അന്ന് താഴെയുള്ള കുട്ടിക്ക് നിത്യമായ തലവേദന, അതായത് ഈ അസുഖം കഴിഞ്ഞതിന് ശേഷം ഇവളെയും കൊണ്ട് ഞാൻ നിരന്തരം വേറെ ആശുപത്രിയിലൊക്കെ ഇങ്ങനെ കയറി കൊണ്ടുവന്നിട്ട് മോളെ ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. 2ാമത്തെ അവൾക്ക് ഇപ്പോഴും നല്ല തലവേദനയും ആ തലവേദനയോടൊപ്പം തന്നെ ഈ പള്ളവേദനയും വീർത്ത് വരാറുണ്ട്. അതോടെ ബോധക്കെടും അങ്ങനത്തുള്ള അസുഖമാണ് ഇപ്പോൾ 2ാമത്തെ കുട്ടിക്ക് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അൽമാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ഡോക്ടർമാരെ കാണിക്കുകയും അവർ സ്കാൻ ചെയ്യുകയും ചെയ്തു. MRI സ്കാനിങ് ചെയ്തു. സ്കാനിങ്ങിനകത്ത് ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർ പറയണത് ഒരു ന്യൂറോളജിനെ കാണിക്കുകയും കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ ന്യൂറോനെ കാണിക്കുകയും അവിടെ നിന്ന് നമുക്ക് എന്താണ് രോഗത്തിന് കണ്ടെത്തുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല, കാരണം തുടർ ചികിത്സയ്ക്കുള്ള വാതിലുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. കമ്മീഷണറോട് ഞാൻ ഈ കാര്യം ബോധിപ്പിച്ചപ്പോഴത്തെ കമ്മീഷണർ പറയുന്നത് കമ്മീഷണറിൻ്റെ പരിധിയിൽ പെടുന്നതല്ല ഈ കേസ്. എങ്കിലും ഇത് ഈ അവസ്ഥ കണ്ടതുകൊണ്ട് ഞങ്ങളായ കഴിയിൽ വേറെ രീതിയിൽ ശ്രമിച്ചു നോക്കാം എന്ന് ഒരു വാക്ക് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് വരെ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഒരു ആങ്ങളെയും ഉമ്മായും ആരും നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ 2 പെൺകുട്ടികളും ഞാനും മാത്രമാണ്. അങ്ങനെ ഒരുപാട് ഇവരെ ചികിത്സിക്കാനായിട്ട് കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോലിക്ക് പോകാനായിട്ട് ഈ നിമിഷം വരെ നമുക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിയാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ. കടപ്പണിയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായ എനിക്ക് ഇതേപോലെ കുട്ടികളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കാരണം എൻ്റെ ഭാര്യയും മകനും നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കേരള സർക്കാരിൽ നിന്ന് നമുക്ക് അവർ പറഞ്ഞ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൈസ ഫുള്ളും ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ചിലവാക്കി. എൻ്റെ ഈ ഒരു മോക്ക് വേണ്ടി മാത്രം ഞാൻ 18 ലക്ഷം രൂപ ഞാൻ ചിലവാക്കി. എൻ്റെ മറ്റേ മോക്ക് ഞാൻ 3 ലക്ഷം രൂപ ചിലവാക്കി. 21 ലക്ഷം രൂപയോളം ചിലവാക്കിയതിന് ശേഷമാണ് ഈ കുട്ടികൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ആ പൈസ എനിക്ക് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ കുട്ടികളെ എനിക്ക് നോക്കാൻ കഴിയില്ല. കാരണം എനിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഒരു മത്സ്യത്തൊഴിലാളിയായി ഞാൻ ജോലിക്കും പോകാൻ കഴിയാതെ ഈ കുട്ടികളെ എങ്ങനെ നോക്കിക്കൊണ്ടുപോകും? എന്നാൽ ഇവർക്ക് മുന്നിൽ നിസ്സഹായരായി കമ്മീഷൻ. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകാനോ നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കാനോ തങ്ങൾക്ക് അധികാരമില്ലെന്നായിരുന്നു കമ്മീഷൻ നിലപാട്. ബോട്ടപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനോ ചികിത്സാ സഹായമോ തുടർ ചികിത്സാ സഹായമോ അനുവദിക്കാനോ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ലെന്ന് ചെയർമാൻ VK മോഹനൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വന്നിട്ടില്ല, അങ്ങനൊരു അപേക്ഷ വന്നിട്ടില്ല.
ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ മരിച്ച ആൾക്കാർക്ക് നഷ്ടപരിഹാരം ആവാൻ കാര്യങ്ങളൊന്നും നമ്മുടെ കമ്മീഷൻ്റെ പരിധിയിൽ കൃത്യമായിട്ട് വരുന്നില്ല. അന്വേഷണം സംബന്ധിച്ച കേസ് ഓഫ് റഫറൻസിൽ ഗതി വരുത്തിയാലേ കമ്മീഷന് ഇടപെടാനാകൂവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതികൾക്ക് അവരുടെ വിശദീകരണം ഫയൽ ചെയ്യാൻ 1 മാസം സമയം കൊടുത്തു. അടുത്ത സിറ്റിംഗ് മെയ് 3 തിരൂരിൽ നടക്കും. ബോട്ട് അപകടം എങ്ങനെയുണ്ടായി, ഉത്തരവാദികൾ ആരെ എന്നീ കാര്യങ്ങളാണ് 1ാം ഘട്ടത്തിൽ കമ്മീഷൻ പരിശോധിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിക്കുമെന്നും നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാം നടപ്പാക്കിയെന്നും നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടോ എന്നതും പരിശോധിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. എഡിറ്റർ ലൈവ്, തിരൂർ.